പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഒരു പുകയുന്ന അഗ്നിപർവ്വതം പോലെയാണ്. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. ഇറാന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്ക തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുക്കുകയാണ്. ശത്രുവിന്റെ അന്തകനായ ലോകത്തിലെ നമ്പർ 1 ഫൈറ്റർ ജെറ്റ് F-22 റാപ്റ്റർ 6 അത്യാധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ കൂടി അമേരിക്ക ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ ഒരു മസിൽ പവർ കാണിക്കൽ. ശരിക്കും അമേരിക്ക പ്ലാൻ ചെയ്യുന്നത് എന്താണ്? പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയോ? പരിശോധിക്കാം. വാർത്തകൾ വരുന്നത് ഇങ്ങനെയാണ്. US സെൻട്രൽ കമാൻഡ് സെൻകോം തങ്ങളുടെ പക്കലുള്ള 6 F-22 റാപ്റ്റർ വിമാനങ്ങൾ കൂടി പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു സാധാരണ നീക്കമല്ല. നിലവിൽ അവിടെയുള്ള സൈനിക ശക്തി ഇരട്ടിയാക്കുകയാണ് പെന്റഗൺ. എന്തുകൊണ്ടാണ് ഈ F-22 ഇത്ര സ്പെഷ്യൽ ആകുന്നത്? ഇതിനെ ശരിക്കും ഒരു ഗോസ്റ്റ് പ്ലെയിൻ എന്ന് വിളിക്കാം. ശത്രുവിന്റെ റേഡാറുകളിൽ പെടാതെ പറക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് ടെക്നോളജിയാണ് ഇതിന്റെ മെയിൻ പവർ എന്ന് പറയുന്നത്. സൂപ്പർസോണിക് സ്പീഡിൽ പറന്ന് ശത്രു അറിയും മുൻപേ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. ഇറാന്റെ മിസൈൽ ഭീഷണികളെ നേരിടാൻ ഇതിലും മികച്ചൊരു ആയുധം അമേരിക്കയുടെ പക്കലില്ല എന്ന് പറയണം. ഇവിടെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. ഇറാനുമായി ചില നിർണായക ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് തോക്കിൻ മുനയിൽ നിർത്തി കാര്യങ്ങൾ സംസാരിക്കുക എന്ന പ്രഷർ ടാക്ടിക്സ് ആണ് അമേരിക്ക പയറ്റുന്നത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന സന്ദേശമാണ് ഈ വിമാനങ്ങളിലൂടെ അമേരിക്ക നൽകുന്നത്. വെറും വിമാനങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്. ലേസർ ഗണ്ണുകളും മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളും ഘടിപ്പിച്ച കൂറ്റൻ യുദ്ധ കപ്പലുകളും ഇറാൻ അതിർത്തിക്ക് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ മാസം പകുതിയോടെ US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ട ആ വമ്പൻ സൈനിക വിന്യാസത്തിന്റെ തുടർച്ചയാണിത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വളരെ സങ്കീർണമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. പക്ഷേ ഈ നീക്കം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുമോ എന്ന പേടി രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട്. ഒരു ചെറിയ തീപ്പൊരി മതി പശ്ചിമേഷ്യയെ മൊത്തം ചാമ്പലാക്കാൻ. ഒരു വശത്ത് ചർച്ചകൾക്ക് വഴി തുറക്കുമ്പോഴും മറുവശത്ത് യുദ്ധസമാനമായ ഒരു ഒരുക്കം. ഈ ഒരു ഒരുക്കം ലോകത്തെ ഒന്നടങ്കം ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്ക വെറും ഒരു കളി കളിക്കുകയല്ല. ചർച്ചാമേശയിൽ ഇരിക്കുമ്പോഴും ഒരു കൈയിൽ ലോകത്തെ ഏറ്റവും മാരകമായ ആയുധം കരുതിയിരിക്കുകയാണവർ. F-22 റാപ്റ്ററുകൾ അവിടെ എത്തുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. ഇറാന് മാത്രമല്ല, ആ മേഖലയിലെ മുഴുവൻ ശക്തികൾക്ക്. ഒരു വശത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ, മറുവശത്ത് യുദ്ധത്തിനുള്ള വമ്പൻ ഒരുക്കങ്ങൾ. ഇതിനെ നമുക്ക് ഡിപ്ലോമസി അറ്റ് ഗൺ പോയിന്റ് എന്ന് വിളിക്കാം. ഈ 6 വിമാനങ്ങൾ പശ്ചിമേഷ്യയുടെ വിധി മാറ്റുമോ, അതോ ലോകം കാത്തിരിക്കുന്ന ആ വലിയ സ്ഫോടനത്തിന് ഇത് തിരികൊളുത്തുമോ? കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.